നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ആധുനിക ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാന യുദ്ധങ്ങളാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആവർത്തന ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ഫാക്റ്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം വരുന്നത് വാണ്ടിവാഷ് യുദ്ധമാണ്. 1760. ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. അപ്പോൾ ഇന്ത്യയിലെ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം 1760 വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം 1760 വാണ്ടിവാഷ് യുദ്ധത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധിയാണ് പാരീസ് ഉടമ്പടി. അപ്പോൾ 1763 പാരീസ് ഉടമ്പടി വാണ്ടിവാഷ് യുദ്ധത്തിന്റെ ഫലമായി ഉണ്ടാക്കിയ സന്ധിയാണ്. വാണ്ടിവാഷ് യുദ്ധത്തിൽ പരാജയപ്പെട്ട ഫ്രഞ്ച് സൈന്യാധിപനാണ് കൗണ്ട് ഡി ലാലി. മയ്യഴി പുഴയ്ക്ക് ഇംഗ്ലീഷ് ചാനൽ എന്ന് പേര് വരാൻ കാരണം, അപ്പം മയ്യഴി പുഴ അറിയപ്പെടുന്നത് മാഹി പുഴയെന്നാണ്. ഇതിന് ഇംഗ്ലീഷ് ചാനൽ എന്ന് പേര് വരാൻ കാരണം ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മാഹിയെ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളിൽ നിന്നും വേർതിരിച്ചിരുന്നത് മയ്യഴി പുഴയാണ്. അതുകൊണ്ടാണ് ഇതിന് ഇംഗ്ലീഷ് ചാനൽ എന്ന് പേര് വരാൻ കാരണം. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോയ വർഷം 1954 അപ്പോൾ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോയ വർഷം 1954. യൂറോപ്പിൽ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ് ഇംഗ്ലീഷ് ചാനൽ. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് ഡോവർ കടലിടുക്ക്. അടുത്തത് വരുന്നത് കർണാട്ടിക് യുദ്ധങ്ങളാണ്. യൂറോപ്പിൽ നടന്ന ആസ്ട്രിയൻ പിന്തുടർച്ചാ അവകാശത്തിന്റെ ഭാഗമായി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന പ്രധാന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധം. അപ്പോൾ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന പ്രധാന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശമാണ് മദ്രാസ്. മദ്രാസ് പട്ടണം സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ്. അപ്പോൾ ഒന്നാം കർണാടക യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശമാണ് മദ്രാസ്. ഒന്നാം കർണാടക യുദ്ധത്തിലെ ആഗാല ചാപ്പിലെ സന്ധിയുടെ ഫലമായി ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശമാണ് മദ്രാസ്. ഒന്നാം കർണാടക യുദ്ധത്തിലെ ഫ്രഞ്ച് ഗവർണർ ഡൂപ്ലെയാണ്. അപ്പോൾ കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം വരുന്നത് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം 1746 മുതൽ 1748 വരെയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം 1748 മുതൽ 1754 വരെയാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം 1758 മുതൽ 1764 വരെയാണ്. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 1748 വരെയാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച നോർത്ത് അമേരിക്കയിലെ പ്രദേശമാണ് ലൂയിസ്ബർഗ്. അപ്പോൾ ലൂയിസ്ബർഗ് ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായി ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച നോർത്ത് അമേരിക്കയിലെ പ്രദേശമാണ്. രണ്ടാം കർണാടക യുദ്ധത്തിന്റെ കാരണം ഹൈദരാബാദിലും കർണാടകയിലും ഉണ്ടായ പിന്തുടർച്ചാ അവകാശ തർക്കമാണ്. രണ്ടാം കർണാടക യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലേവ് ആണ്. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സല ചാപ്ലെ 1748. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സല ചാപ്ലെ 1748. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കാരണമായ സന്ധിയാണ് പോണ്ടിച്ചേരി സന്ധി 1754. മൂന്നാം കർണാടക യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി 1763 പാരീസ് ഉടമ്പടിയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരുടെ കയ്യിൽ നിന്ന് ആർക്കോട്ട് പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് റോബർട്ട് ക്ലേവ് ആണ്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം യൂറോപ്പിലെ സപ്തവത്സര യുദ്ധമാണ്. സപ്തവത്സര യുദ്ധം നടന്നത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ പങ്കെടുത്ത ഫ്രഞ്ച് ഗവർണറാണ് കൗണ്ട് ഡി ലാലി. അടുത്തത് വരുന്നത് പ്ലാസി യുദ്ധമാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ് ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത്. 1757 ജൂൺ 23.
സിറാജുദ്ദൗള എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? അപ്പം ബംഗാൾ ഭരണാധികാരിയായിരുന്നു സിറാജുദ്ദൗള. സിറാജുദ്ദൗളയുടെ ഭരണാധിപൻ മിർ ജാഫർ ആയിരുന്നു. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ബംഗാളാണ്. പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബംഗാളിൽ ബ്രിട്ടീഷുകാർ അവരോധിച്ച രാജാവ് മിർ ജാഫർ ആണ്. പ്ലാസി യുദ്ധസമയത്തെ മുഗൾ ചക്രവർത്തി ആലംഗീർ രണ്ടാമനാണ്. ഇനി പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം ഇരുട്ടറ ദുരന്തമാണ്. 1756 ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയുടെ നേതൃത്വത്തിൽ കൊൽക്കത്ത തിരിച്ചുപിടിച്ചപ്പോൾ 129ഓളം ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇരുട്ടുമുറിയിലടച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇത് ചരിത്രത്തിൽ ഇരുട്ടറ ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം ഇരുട്ടറ ദുരന്തമാണ്. അടുത്തത് വരുന്നത് ബക്സാർ യുദ്ധമാണ്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ സഹായിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. 1764 ഒക്ടോബർ 23 ബക്സാർ യുദ്ധസമയത്ത് ബംഗാളിലെ ഗവർണർ ഹെൻറി വാൻ സിറ്റാർട്ടാണ്. ബക്സാർ യുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ഭരണാധികൾ മിർ കാസിം, മുഗൾ രാജാവായ ഷാ അംലം III, ഔദിയിലെ രാജാവായ നവാബ് ഷുജാ ഉദ്ദൗള. ബക്സർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ബീഹാർ ആണ്. ബക്സർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി അലഹബാദ് ഉടമ്പടിയാണ്. അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട യുദ്ധം മൈസൂർ യുദ്ധങ്ങളാണ്. ഇംഗ്ലീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധമാണ് മൈസൂർ യുദ്ധങ്ങൾ. ദക്ഷിണ ഇന്ത്യയിൽ ഇംഗ്ലീഷ് കമ്പനിക്ക് നേരിടേണ്ടി വന്ന പ്രബല ശക്തി മൈസൂർ സുൽത്താൻമാരാണ്. മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താൻമാരാണ് ഹൈദരലി, ടിപ്പു സുൽത്താൻ. ഹൈദരലിക്ക് മുൻപ് മൈസൂർ ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് കൃഷ്ണരാജ വോഡയാർ. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി മദ്രാസ് ഉടമ്പടിയാണ്. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി മംഗലാപുരം സന്ധിയാണ് 1784. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച സന്ധി ശ്രീരംഗപട്ടണം സന്ധിയാണ്. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചത് മദ്രാസ് ഉടമ്പടി. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി മംഗലപുരം സന്ധി. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച സന്ധി ശ്രീരംഗപട്ടണം സന്ധി. ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം 1767 മുതൽ 1769 വരെയാണ്. ഒന്നാം മൈസൂർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? അപ്പോൾ ഹൈദരലിയും ഇംഗ്ലീഷുകാരും തമ്മിലായിരുന്നു ഒന്നാം മൈസൂർ യുദ്ധം. ഹൈദരാലി മരിച്ച വർഷം 1782 രണ്ടാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ വാറൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പോൾ രണ്ടാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ വാറൻ ഹേസ്റ്റിങ്സും മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ കോൺവാലിസ് പ്രഭുവുമാണ്. രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരലി പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശമാണ് ആർക്കോട്ട്. രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചത് ഹൈദരാലിയാണ്. രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം നയിച്ചത് ടിപ്പു സുൽത്താനാണ്. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം 1789 മുതൽ 1792 വരെയാണ്. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ പ്രധാന കാരണം ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണമാണ്. നാലാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർത്തർ വെല്ലസിയാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർത്തർ വെല്ലസിയാണ്. അപ്പം നാലാം മൈസൂർ യുദ്ധകാലത്തെ സൈന്യാധിപൻ ആർത്തർ വെല്ലസിയാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർത്തർ വെല്ലസിയാണ്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. റിപ്പബ്ലിക് എന്ന ആശയത്തെ നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകൃഷ്ടനായി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മരണാർത്ഥം ജാക്കോബിയൻ ട്രീ നടുകയും ജാക്കോബിയൻ ക്ലബ്ബ് രൂപിക്കുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ടിപ്പുവിന്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണമാണ്. ശ്രീരംഗപട്ടണത്തിൽ ഫ്രഞ്ച് പതാക നാട്ടാനും സ്വാതന്ത്ര്യത്തിന്റെ മരം നടാനും അനുവാദം നൽകിയ സുൽത്താനാണ് ടിപ്പു സുൽത്താൻ. ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ടിപ്പു സുൽത്താനാണ്. റോക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താന്റെ കൃതി ഫത്തുൽ മുജാഹിദീൻ.
ടിപ്പു സുൽത്താന്റെ മലബാറിലെ തലസ്ഥാനമായി കരുതപ്പെടുന്ന പട്ടണം ഫറൂഖ് പട്ടണമാണ്. ഫറൂഖ് പട്ടണത്തിന്റെ പഴയ പേര് ഫറൂഖാബാദ് എന്നാണ്. അടുത്തത് മറാത്ത യുദ്ധം. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നത് 1775 മുതൽ 82 വരെയാണ്. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഒന്നാം മറാത്ത യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി സൽബായി 1782 ആണ്. രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന വർഷം 1803 മുതൽ 1805 വരെയാണ്. രണ്ടാം മറാത്ത യുദ്ധം അവസാനിപ്പിക്കാൻ കാരണമായ സന്ധി രാജ്ഘട്ട് ആണ് 1805. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്നത് 1817 മുതൽ 1818 വരെയാണ്. മൂന്നാം മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം പൂനെ. മറ്റു പ്രധാനപ്പെട്ട കലാപങ്ങളാണ് പഞ്ചാബിലെ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിനും ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ നടത്തിയ കലാപമാണ് കൂക കലാപം 1863 മുതൽ 1872 വരെ. ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപം സന്യാസി ഫക്കീർ കലാപം. ബംഗാൾ, ബീഹാർ പ്രദേശങ്ങളിലെ കുന്നുകളിൽ ജീവിച്ചിരുന്ന സാന്താൾ വിഭാഗത്തിലെ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാക്കളാണ് സിദ്ധു കാൻഹു. ബംഗാളിലെ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത ബ്രിട്ടീഷുകാർക്കും ഭൂപ്രഭുക്കന്മാർക്കുമെതിരെ നടത്തിയ കലാപം അറിയപ്പെടുന്നത് ഫറാസി കലാപം എന്നാണ്. ഫറാസി കലാപത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാക്കൾ ഹാജി ശരിയത്തുള്ള, ഭൂതു മിയാൻ. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരെ ഛോട്ടാ നാഗ്പൂരിൽ കലാപം ഉണ്ടാക്കിയ ഗോത്രവർഗമാണ് സാന്താൾ.